ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടർ വേൾഡ് ഓഫ് സൂര്യാമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അമ്പലത്തിലോട്ട് പോയാലോ? അമ്പലം എന്ന് കേൾക്കുമ്പോൾ അങ്ങ് ദൂരെയുള്ള അമ്പലമൊന്നുമല്ല കേട്ടോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. എൻ്റെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും, മക്കൾ ഡെയിലി സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു അമ്പലത്തിലോട്ട് നോക്കി പ്രാർത്ഥിക്കാറുണ്ട്. ആ അമ്പലത്തിനകത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ പേര് ശ്രീ അച്ചിമേലുല്ലമ്മ ദേവാലയം എന്നാണ്. അപ്പോൾ നമുക്കിന്ന് അതിനകത്ത് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഞാനും സൂര്യയും യാമയും കൂടി ഒരു വൈകിട്ട് 5 മണി സമയമൊക്കെ ആയപ്പോഴാണ് അമ്പലത്തിലോട്ട് പോയത്. മുമ്പൊക്കെ നമ്മളിവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് വരാൻ പറ്റാറില്ല. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങോട്ട് വന്നു. അപ്പോൾ മക്കൾ രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ചു. അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറിയൊക്കെ തൊട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് അമ്പലം ചുറ്റി വരേണ്ടതുണ്ട്. അവിടെ നമുക്ക് ബാക്കി ദൈവങ്ങളൊക്കെ പ്രാർത്ഥിക്കാനുണ്ട്. അപ്പം നമുക്ക് അമ്പലം ഒന്ന് ചുറ്റി വരാം. സൂര്യയും യാമി ആദ്യം കൈയൊക്കെ പിടിച്ചു, പിന്നീട് കൈയൊക്കെ വിട്ട് അവർ ഓടാൻ തുടങ്ങി. ഇവിടെ ഈ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ച സ്ഥലമില്ലേ, ഇതാണ് ഇവിടുത്തെ അണിയറ. ഇത് കഴിഞ്ഞ വർഷമാണ് കെട്ടിയത്. തെയ്യങ്ങൾക്കൊക്കെ ഒരുങ്ങാനുള്ള സ്ഥലമാണ്. അടുത്തായി നമുക്ക് ഗുളികൻ ദൈവത്തെയാണ് തൊഴേണ്ടത്. അവർ ഗുളികൻ ദൈവത്തിനെ തൊഴുതിട്ട് അടുത്തതായി നമുക്ക് പോവേണ്ടത് ബ്രാഹ്മണമൂർത്തിയെ തൊഴാനാണ്. അങ്ങനെ അവർ ബ്രാഹ്മണമൂർത്തിയെ നല്ലതുപോലെ തൊഴുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായി തൊഴാനുള്ളത് ഗുരുദൈവത്തെയാണ്. അവർ ഗുരുദൈവത്തെ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ അമ്പലത്തിൽ ഒക്ടോബർ 28, 29, 30 തീയതികളിലാണ് കളിയാട്ടം നടക്കാറുള്ളത്. അപ്പോൾ 29-നും 30-നാണ് ഇവിടെ തെയ്യം ഉണ്ടാവാറുള്ളത്. തെയ്യം വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു കലാരൂപമാണ്. എല്ലാവർക്കും തെയ്യം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഇവിടെ പ്രധാനപ്പെട്ട തെയ്യമാണ് ഇവിടുത്തെ ശ്രീ അച്ചിമേലുല്ലമ്മ ചാമുണ്ഡിയമ്മ. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ച. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങോട്ടേക്ക് വഴിയില്ല, സൈഡിൽ കൂടിയാണ് ഇങ്ങോട്ടേക്കുള്ള വഴി. ഇതിവിടെ കുറേ വർഷം പഴക്കം ചെന്നൊരു അരയാൽ വൃക്ഷമാണ്. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഉള്ളതുകൊണ്ട് നല്ല തണുപ്പും തണലുമാണ് ഇവിടെ. ഇത് അമ്പലത്തിൻ്റെ പിറക് വശത്ത് നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായൊരു അമ്പലമാണിത്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഇവിടെ എല്ലാ മാസവും സംക്രമ പൂജ നടക്കാറുണ്ട്. അപ്പം നമ്മളവിടെ കുറച്ച് സമയം നിന്നതിന് ശേഷം അവിടെ വിളക്കൊക്കെ കത്തിച്ചു. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം മക്കൾ രണ്ടുപേരും അമ്പലത്തിന് പുറത്തിറങ്ങി അവിടെ കുറച്ച് കളിച്ചു. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.